നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ LDC റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ LDC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായ PSC എപ്പോഴും ചോദിക്കുന്ന 20 ക്വസ്റ്റ്യൻസ് ആണ്, 20 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് PSC എന്നും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ. ലോകാരോഗ്യ ദിനം എപ്പോഴാണ്? ഏപ്രിൽ 7-നാണ്. ഏപ്രിൽ 7-ന് എന്താണ്? ലോകാരോഗ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, സാർവദേശീയ മനുഷ്യാവകാശ ദിനം. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എപ്പോഴാണ്? ഡിസംബർ 10-നാണ് അല്ലേ. ഡിസംബർ 10-നാണ് സാർവദേശീയ മനുഷ്യാവകാശ ദിനം. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ്? അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ്? ജൂൺ 21-നാണ് അല്ലേ. ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലാല ദിനമായി ആചരിക്കുന്നതെന്ന്? മലാല ദിനം എപ്പോഴാണ്? ജൂലൈ 12-ആണ് അല്ലേ. ജൂലൈ 12-ആണ് മലാല ദിനം. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ നോബൽ പ്രൈസ് നേടിയ വ്യക്തിയാണ് ആര്? മലാല. അപ്പോൾ മലാല ദിനമായി ആചരിക്കുന്നത് ജൂലൈ 12-ആണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷം. അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ചത് എപ്പോഴാണ്? 2016-ലാണ് അല്ലേ. 2016-ലാണ് അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ചത്. 16 പയർ എന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരള കായിക ദിനം. കേരള കായിക ദിനം എപ്പോഴാണ്? ഒക്ടോബർ 11-നാണ് അല്ലേ. ഒക്ടോബർ 11-നാണ് കേരള കായിക ദിനം. അടുത്ത ചോദ്യം, ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ദേശീയ യുവജന ദിനം ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. അടുത്തത്, ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നതെന്ന്? ലോക ജനസംഖ്യാ ദിനം എപ്പോഴാണ്? ജൂലൈ 11-ആണ് അല്ലേ. ജൂലൈ 11-ആണ് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മദർ തെരേസയോടുള്ള ആദരസൂചകമായി അവരുടെ ജന്മദിനമായ ഓഗസ്റ്റ് 26-ന് സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം. അപ്പോൾ ഓഗസ്റ്റ് 26-ന് മദർ തെരേസയോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ് അല്ലേ. അമേരിക്കയാണ് എന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ഏതു രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് നെസറ്റ്? ഏതു രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് നെസറ്റ്? ഇസ്രയേലിൻ്റെ അല്ലേ. ഇസ്രയേലിൻ്റെ പാർലമെൻറ്റാണ് നെസറ്റ്. അടുത്ത ചോദ്യം, ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള റോഡുള്ള രാജ്യം. ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള റോഡുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് അല്ലേ. നമ്മുടെ ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള റോഡുള്ള രാജ്യം. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നൈൽ നദിയാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി. നീളം എന്നതിലെ നൈൽ എന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അടുത്ത ചോദ്യം, 20,000 വീടുകൾക്ക് വൈദ്യുതി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ നിലയമായ ഷംസ് 1 പ്രവർത്തനം ആരംഭിച്ചത് ഏതു രാജ്യത്താണ്? ഏതു രാജ്യത്താണ്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് അല്ലേ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ്. ഇത് കുറച്ച് പഴയ കറണ്ട് അഫെയർ ആണ്, എങ്കിലും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുത്തുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന നഗരം. മുത്തുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ബഹ്റിനാണ് അല്ലേ. ബഹ്റിനാണ് മുത്തുകളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ലോക നാളികേര ദിനം എന്നാണ്? ലോക നാളികേര ദിനം സെപ്റ്റംബർ 2-ആണ്. സെപ്റ്റംബർ 2. നമ്മളിപ്പോൾ നാളികേരം ഇങ്ങനെ നടുവ് പൊട്ടിക്കുമ്പോൾ നമുക്ക് 2 പിളർപ്പ് കിട്ടും അല്ലേ. അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ലോക നാളികേര ദിനം എന്നാണ് സെപ്റ്റംബർ 2-ആണ്. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, ലോക ജലദിനം. ഇപ്പോൾ കഴിഞ്ഞ UPSC എക്സാമിനും ഒരു ഓപ്ഷനായി ഇത് വന്നിരുന്നു അല്ലേ. ലോക ജലദിനം മാർച്ച് 22-ആണ്. മാർച്ച് 22-ആണ് ലോക ജലദിനം. അടുത്ത ചോദ്യം, പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം. പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ബ്രസീൽ. ഏതാണ്? ബ്രസീലാണ്.
അപ്പോൾ PSC പരീക്ഷകളിൽ ആവർത്തിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഇനി വരുന്ന സീരീസിൽ നമുക്ക് ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചെടുക്കാം. പരീക്ഷയാകുമ്പോഴേക്കും എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യനും പഠിച്ച് നമുക്ക് LDCയിൽ നല്ല മാർക്ക് നേടിയെടുക്കണ്ടേ. ഇനിയും ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവശ്യമാണെങ്കിൽ PSC പള്ളിക്കൂടം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്